ക്കാരെ കുറിച്ചാണ്, അവരുടെ കാപ്പറ്റ്യങ്ങളെ കുറിച്ചാണ്. മതേതരത്വം വിളമ്പി സംഘികളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ വർഗീയത വിളിച്ചു പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ നെറികെട്ട രാഷ്ട്രീയ അജണ്ടകൾ എന്തൊക്കെയാണെന്നല്ലേ കണ്ടുനോക്ക്. പ്രവാചകനെയും കുടുംബത്തെയും അപമാനിച്ച് പുസ്തകം എഴുതിയ സൽമാൻ റുഷ്ദി എന്ന മുസ്ലിം വിരോധിക്കും പിന്തുണയുമായി വന്നവരും കമ്മ്യൂണിസ്റ്റ്. കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും അറബി ഭാഷ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ നായനാരും ഒരു കമ്മ്യൂണിസ്റ്റ്. ഇസ്ലാമിക വിരുദ്ധ പുസ്തകം എഴുതിയ തസ്ലീമ നസ്രിൻ എന്ന ബംഗ്ലാദേശ് യുവതിക്ക് മോദിയുടെ ഗുജറാത്ത് വരെ അഭയം നിഷേധിച്ചപ്പോൾ ബംഗാളിലെ അഭയം കൊടുത്ത് സംരക്ഷിച്ചതും കമ്മ്യൂണിസ്റ്റ്. ചന്ദ്രശേഖരനെ കൊല്ലാനുപയോഗിച്ച ഇന്നോവക്കാരൻ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചതും കമ്മ്യൂണിസ്റ്റ്. ഗെയിൽ സമരക്കാരെ മുസ്ലിം തീവ്രവാദികൾ എന്ന് വിളിച്ച സംഘി വിജയരാഘവനും ഒരു കമ്മ്യൂണിസ്റ്റ്. തലശ്ശേരിയിലുള്ള ഫസലിനെ കൊന്ന് ഇതുപോലുള്ള തൂവാലയിൽ രക്തം പുരട്ടി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ടതും ഈ കമ്മ്യൂണിസ്റ്റ്. പ്രവാചകന്റെ തിരുകേശും വെറും ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞ പിണറായി രാജാവും ഒരു കമ്മ്യൂണിസ്റ്റ്. ഇസ്ലാമിക ആചാരങ്ങളെ അവഹേളിച്ച് കിതാബ് എന്ന നാടകം അവതരിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റ്. ബാബരി മസ്ജിദ് പൊളിച്ച് പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞ EMS ഒരു കമ്മ്യൂണിസ്റ്റ്. നാദാപുരത്തെ നൂറുകണക്കിന് മുസ്ലിം വീടുകൾ കൊള്ളയടിക്കുകയും അഗ്നിക്കിരയ്ക്കുകയും ചെയ്ത വർഗീയവാദികൾ കമ്മ്യൂണിസ്റ്റ്. നാലുവരിപ്പാതക്കെതിരെ സമരം ചെയ്തവരെ ഭീകരവാദികളെ വിളിച്ച് അധിക്ഷേപിച്ച സുധാകരനും ഒരു കമ്മ്യൂണിസ്റ്റ്. കോഴിക്കോട് പേരാമ്പ്രയിൽ പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞതിന് പോലീസിന്റെ പിടിയിലായത് കമ്മ്യൂണിസ്റ്റ്. മലപ്പുറത്ത് നിന്നും കുഞ്ഞാലിക്കുട്ടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ മലപ്പുറത്തിന്റെ ഉള്ളടക്കം തന്നെ വർഗീയമാണെന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ ഒരു കമ്മ്യൂണിസ്റ്റ്. ഉടനാക്കുന്നവരെയും ചെരുപ്പ് കുത്തികളെയും CH അറബി അധ്യാപകന്മാരാക്കിയെന്ന് കളിയാക്കിയതും കമ്മ്യൂണിസ്റ്റ്. മലപ്പുറത്ത് പഠന നിലവാരം ഉയർന്നപ്പോൾ കൊട്ടിയടിയാണെന്ന് പറഞ്ഞ അച്ചുമാവിനും ഒരു കമ്മ്യൂണിസ്റ്റ്. ചേരാകർമ്മത്തിനെതിരെ ശബ്ദിച്ചതും കമ്മ്യൂണിസ്റ്റ്. കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലും പള്ളികൾക്കും മദ്രസകൾക്കും പ്രവർത്തിക്കാൻ ഇന്നും അനുമതി നൽകാത്തതും കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇവർ പറയും ഞങ്ങളാണ് മതേതരവാദികൾ, ഞങ്ങളാണ് മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ എന്നൊക്കെ. ഒരിക്കലുമല്ല. ആട്ടിൻ തോന്നിട്ട ചെന്നായ്ക്കളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. അവർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പലതും പറയും, പല വേഷവും കെട്ടും. തിരിച്ചറിയണം ഈ കമ്മ്യൂണിസ്റ്റ് കാപട്യത്തെ. നല്ല നാളേക്കായി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക.